മിസ് വർഗീസ്, അപ്പന് സുഖം തന്നെയല്ലേ? യെസ്, ഹിസ് ഫൈൻ. തൻ്റെ പേര് ഞാൻ മറന്നുപോയി. യുവർ ക്രിസ്ത്യൻ നെയിം ഐ മീൻ. എൻ്റെ പേര് ഹിൽഡ, ഹിൽഡ വർഗീസ്. എന്നാലിനി എനിക്ക് ഹിൽഡ എന്ന് വിളിക്കാമല്ലേ? ഇവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാൻ വന്നതാണോ? പഠിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇവിടെ എത്ര നാളുണ്ടാവും? കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മിസ്റ്റർ ആൽബർട്ട് സാംസൺ, യെസ്. താങ്കൾ വലിയൊരു മറവിക്കാരനാണല്ലേ? ഞാനോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അന്നവിടെ നടന്നതിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ പോലും താങ്കൾ തയ്യാറാവുന്നില്ലല്ലോ. എവിടെ? അങ്ങ് സ്നോഡയിലോ? അവിടെ എന്ത് നടന്നു? ഗോപുരത്തിന്റെ പണി പൂർത്തിയായപ്പോ അവിടെ എന്തൊരു ഉത്സവമായിരുന്നു. അതെ, ആ ദിവസം എനിക്ക് മറക്കാനേ കഴിയില്ല. നിങ്ങൾ മറക്കുകയില്ലല്ലേ? നിങ്ങളിൽ നിന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. പള്ളിപ്പറമ്പിൽ സംഗീതം മുഴങ്ങുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വിദ്യാർത്ഥിനികൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു, കൈകളിൽ കൊടികൾ ഏന്തിയിരുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. വെള്ളയും മഞ്ഞയും കൊടികൾ. അപ്പോൾ അങ്ങ് ഗോപുരത്തിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി, മുകളറ്റത്തേക്ക്. അങ്ങയുടെ കയ്യിൽ ഒരു കൂറ്റൻ പുഷ്പചക്രമുണ്ടായിരുന്നു. ആ പുഷ്പചക്രം അങ്ങ് ഗോപുരത്തിന് മുകളിൽ കൊളുത്തിയിട്ടു. അക്കാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു, ഒരു പഴഞ്ചൻ ആചാരം. ഗോപുരത്തിന് മുകളിൽ നിൽക്കുന്ന അങ്ങയെ താഴെ നിന്നും നോക്കുന്നത് കോരിത്തരിപ്പിക്കുന്ന അനുഭവമായിരുന്നു. അയ്യോ, അദ്ദേഹത്തിന് കാലിടറിയാലോ, ആ രാജശില്പിക്ക്. അതെ, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ആ വെള്ളവസ്ത്രം ധരിച്ച പിശാചുക്കളിലൊന്ന് എൻ്റെ നേരെ കൂക്കി വിളിച്ചു. എന്നിട്ട് ആ കൊടി എൻ്റെ നേരെ ആഞ്ഞു വീശി. പെട്ടെന്ന് ഞാൻ താഴേക്ക് നോക്കി. എന്തൊരു ഭയാനകമായ കാഴ്ച! ആ കാഴ്ചയിൽ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ആ കൊച്ചു പിശാച് ഞാനായിരുന്നു. എനിക്കത് ഉറപ്പാണ്. അത് നീ തന്നെയായിരിക്കണം. അതെത്രമാത്രം ആവേശകരവും മനോഹരവുമായിരുന്നു. ഇത്ര ഗംഭീരമായ ഒരു ഗോപുരം പണിയാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. അത് പണിത ശില്പി തന്നെ ജീവനോടെ അത്ര ഉയരത്തിൽ. അങ്ങേക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അതാലോചിച്ചപ്പോൾ എനിക്കാണ് തലചുറ്റലുണ്ടായത്. ഞാൻ പേടിച്ചില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? വെറുതെ ഓരോന്ന് പറയാതെ, എനിക്കത് നന്നായി അറിയാമായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങേക്ക് എങ്ങനെ പാടാൻ കഴിയും? പാട്ടോ? ഞാൻ പാടിയോ? പാടി, തീർച്ചയായും പാടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സ്വരം പോലും പാടിയിട്ടില്ല. എന്നാൽ അന്നങ്ങ് പാടി. കിന്നരത്തിന്റെ മധുരസ്വരം പോലെ ഞാൻ ആ പാട്ട് കേട്ടു. ഇതെല്ലാം വിചിത്രമായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സംഭവം നടന്നത് പിന്നീടാണ്. യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ? അത് ഞാൻ താങ്കളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഏതോ ചിലന്തി വലയിൽ അകപ്പെട്ടതുപോലെ. കഥകിൽ മുട്ടി വിളിക്കുന്ന പുതിയ തലമുറ. ഗോപുരത്തിന് മുകളിൽ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പാടുന്ന ആൽബർട്ട് സാംസൺ. മറവിയുടെ ആഴങ്ങളിൽ നിന്നും ഉയർത്തു വരുന്ന യഥാർത്ഥ സംഭവങ്ങൾ. ഹിൽഡ, നിൽക്കൂ. ഹിൽഡ!
അവിടെ നടന്നതെന്താണ്? എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നില്ല. അന്ന് ക്ലബിൽ അങ്ങയ്ക്ക് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. അത് ഓർമ്മയുണ്ടോ? അതെ, അന്ന് വൈകുന്നേരം. പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രി ക്ഷണം സ്വീകരിച്ച് അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇത്ര ചെറിയ കാര്യങ്ങൾ എങ്ങനെ നിനക്ക് കൃത്യമായി ഓർത്തു വയ്ക്കാൻ കഴിയും? താങ്കൾ വന്നപ്പോൾ എൻ്റെ മുറിയിൽ ഞാൻ തനിച്ചായിരുന്നു. അതും ചെറിയ കാര്യമായിരിക്കും അല്ലേ? നീ തനിച്ചായിരുന്നു. അപ്പോൾ എന്നെ പിശാചി എന്നല്ല വിളിച്ചത്? ആയിരിക്കില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. ആ വർണ്ണ വസ്ത്രത്തിൽ ഞാനൊരു പൂ പോലെ സുന്ദരിയായിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ രാജകുമാരിയാണെന്ന്. ശരിയായിരിക്കാം. അന്ന് എൻ്റെ മനസ്സ് ഒരു തൂവൽ പോലെ കനം കുറഞ്ഞതായിരുന്നു. വർഷം കഴിഞ്ഞു വരുമെന്നും ഒരു ഗന്ധർവനെ പോലെ എന്നെയും കൊണ്ട് പറന്നു പോകുമെന്നും അങ്ങ് പറഞ്ഞു. ഏതോ വിദൂര ദേശത്തേക്ക്. അത് കഴിഞ്ഞ് അങ്ങ് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയൂ. ഞാൻ വിചാരിച്ചത് അതൊന്നും ആർക്കും മറക്കാൻ പറ്റില്ലെന്നാണ്. ചെറിയൊരു സൂചന തന്നാൽ. നിങ്ങൾ എന്നെ പിടിച്ചണച്ച് എന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു മിസ്റ്റർ സാംസൺ. ഇല്ല, ഒരിക്കലുമില്ല. സത്യം, സത്യം. നിങ്ങൾ എന്നെ രണ്ട് കൈകളിലും വാരിയെടുത്ത് ആഞ്ഞു ചുംബിച്ചു. ഒരു തവണയല്ല, പല പ്രാവശ്യം. നിങ്ങൾ എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ പറയുന്നത് മിസ് വർഗീസ്? നിങ്ങൾക്ക് മതിയാവോളം നിങ്ങളത് ചെയ്തു മിസ്റ്റർ ആൽബർട്ട്. നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. അത് തീർത്തും ഞാൻ നിഷേധിക്കുകയാണ്. എങ്കിൽ ഗുഡ് ബൈ മിസ്റ്റർ ആൽബർട്ട്. ഈ പറഞ്ഞതെല്ലാം ഒരു പക്ഷെ നീ സ്വപ്നം കണ്ടതാവാം, അല്ലെങ്കിൽ ഞാൻ. അതെ, ഞാനതെല്ലാം എൻ്റെ മനസ്സുകൊണ്ട് ഗാഢമായി ആഗ്രഹിച്ചിരിക്കാം. അങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് മോഹമുണ്ടായിരുന്നിരിക്കാം. ഹിൽഡ!